ഒരു മന്ത്രിയുടെ ഭാര്യയുടെ അവസ്ഥ ഇതാണെങ്കിൽ, അതാണ് ഒരു മന്ത്രിയുടെ ഭാര്യയുടെ അവസ്ഥ ഇതാണെങ്കിൽ, ഈ നാട്ടിലെ സാധാരണക്കണക്കിന് വരുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ 112 എന്ന് പറഞ്ഞ ടോൾ ഫ്രീ നമ്പറിലേക്ക് അവർ വിളിക്കുകയാണ്. അവരൊരു ചെറിയ സ്ത്രീ അല്ല, നമ്മൾ ആലോചിച്ച് നോക്കണം. അവർ 10-18 വർഷമായി ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് വിപുലമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ആ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരിന്ന് പറയുകയാണ്, അവരൊരു ചാനലിൽ പറഞ്ഞ് ഞാൻ കേട്ടതാണ്, ഇയാളുടെ ഈ അബദ്ധ സഞ്ചാരത്തിനെതിരെ അവർ അവരുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിളിക്കുമ്പോൾ ഈ ഗണേഷ് കുമാറിൻ്റെ സ്റ്റാഫ് അവരുടെ ഫോൺ ട്രാക്ക് ചെയ്തിട്ട് ഇവർ ഈ വിളിച്ചവരുമായി അബദ്ധ സഞ്ചാരം നടത്തുകയാണെന്നുള്ള അപകീർത്തി നടത്തും. അവർക്ക് അവസാനം അത് പോലും ചെയ്യാൻ പറ്റാതെ വന്നു. അവരെന്നിട്ട് ആ സ്ത്രീ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. VS അച്യുതാനന്ദൻ്റെ പാർട്ടിയാണിത്. ആ പാർട്ടിയുടെ മന്ത്രിയുടെ ഭാര്യ പറയുകയാണ്, എനിക്ക് ഓർമ്മശക്തി പോലുമില്ലാത്ത എനിക്കൊരമ്മയുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് പറയുന്നു. അവരവസാനം ശ്രീലേഖയെ വിളിക്കുന്നു. ആരാണ് ശ്രീലേഖ? ശ്രീലേഖ മുൻ DGP ആണ്. അവരുടെ ബന്ധുവാണ് അവരുടെ ബന്ധു അല്ലേ, അവരുടെ ബന്ധുവാണ്, അടുത്ത ബന്ധുവാണ് ഇവർ, ഭർത്താവിൻ്റെ ബന്ധുവാണ് ഇവർ. അവരെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്? നിങ്ങൾ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കൂ എന്ന് പറയുന്നു. ടോൾ ഫ്രീ നമ്പറിൽ അവർ വിളിക്കുന്നു. വിളിച്ചിട്ട് അവർ ഈ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു പോലീസിനെ. അവരൊരു മന്ത്രിയുടെ ഭാര്യയാണെന്ന് നമ്മൾ ഓർക്കണം. അവിടെ പോലീസ് വരുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, പോലീസിനോട് അവർ പറഞ്ഞപ്പോൾ പോലീസ് ആരോടോ കണ്ട് ബന്ധപ്പെട്ട് വിളിച്ചു. ശ്രീലേഖ തന്നെ പറയുന്നു, അവർ SP വിളിച്ചു. വിളിച്ചപ്പോൾ SP പറയുന്നത് ഞാൻ DGP ചോദിക്കട്ടെ എന്നിട്ട് പറയാൻ തോന്നുന്നു. ആ പോലീസ്, പിണറായി വിജയൻ്റെ പോലീസ്, സ്ത്രീ സുരക്ഷയെന്ന് രായ്ക്ക് രാമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ മുഴുവൻ സ്ത്രീ സുരക്ഷയുടെ 10 വർഷങ്ങളെന്നും അവളോടൊപ്പം എന്നും പറഞ്ഞ് പരസ്യം ചെയ്യുന്ന പിണറായി വിജയൻ്റെ പോലീസ് അവിടെ ചെന്ന് നിന്നിട്ട് ഇത് മന്ത്രിയുടെ ഭാര്യയാണെന്ന് അറിഞ്ഞപ്പോൾ അവരവിടുന്ന് തിരിച്ചു പോകുന്നു. എന്നിട്ട് മുറിയിൽ പൂട്ടപ്പെട്ട സ്ത്രീ അവിടെ കിടന്ന് ഹെൽപ്പ് എന്ന് പറഞ്ഞ് വിളിച്ച് കരയുന്നു. അവർ പുറത്തിറങ്ങി നോക്കുമ്പോൾ പോലീസ് അവിടെ ഇല്ല.